സോ ഫൈനലി ഗൈസ്, നമ്മുടെ BGMI പുതിയ M416 സ്കിന്ന് വന്നിരിക്കുകയാണ്. ക്രിംസൺ സ്കൈ ബ്ലേഡ് എന്നാണ് ഇതിൻ്റെ പേര്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ നമുക്ക് റിട്ടേൺ ആയിട്ടൊരു M416 ഗണ്ണ് കൂടി വരുന്നുണ്ട്. അത് നമ്മുടെ ഇമോലേഷനാണ്. റോറിങ് ഇമോലേഷൻ എന്ന് പറയുന്ന പഴയൊരു ഗണ്ണാണ്. അത് കുറച്ച് നാൾ മുമ്പ് നമുക്ക് ഇതേപോലെ ഒരു അൾട്ടിമേറ്റിൻ്റെ ഒപ്പം വന്നിരുന്നു. ആ അൾട്ടിമേറ്റ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ റിട്ടേണറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഗണ്ണിൽ ഏതെടുക്കണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള പാർട്ട്. സോ അത് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാം, ഏതെടുക്കാം, ഏതാണ് ബെറ്റർ എന്നുള്ള കാര്യം. ഈ ഒരു ഗണ്ണ് എപ്പോഴാണ് വരിക എന്ന് ഞാനും ആകെ ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഞാനും ഫേസ് ചെയ്തത്. ഏതാണ് ഗണ്ണ്, ഏതാണ് എടുക്കേണ്ടത്, ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കണമല്ലോ, അപ്പോൾ ഏത് എടുക്കുക എന്നുള്ള ആകെ കൺഫ്യൂഷനായി. റോഡിങ് ഇമോലേഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ എന്താ പറയുക, ഇപ്പോൾ ഹിറ്റ് എഫക്റ്റ് അല്ല, ഹിറ്റ് ചെയ്യുമ്പോൾ സൗണ്ട്, ആ ഒരു സൗണ്ടൊന്നും ഉണ്ടാകത്തില്ല. ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊരു സൗണ്ടാണ് നമ്മുടെ ഈ സ്കൈ ബ്ലേഡ് എന്ന് പറയുന്ന ഗണ്ണിന് വരുന്നത്. ഹിറ്റ് സൗണ്ട് എന്ന് പറയുമ്പോൾ 3 തരത്തിലുണ്ട്. ഫസ്റ്റത്തെ നമ്മുടെ ഗ്രനേഡ് പൊട്ടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ എഫക്റ്റ് ഉണ്ട്. ഒരു ഫയർ ബേൺ ആവുന്ന തരത്തിൽ ഒരു സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹെഡ് ഷോട്ടിനൊരു സൗണ്ട് ഉണ്ട്. ഈവൻ ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ എനിമിയുടെ ദേഹത്ത് കൊള്ളണമെന്നില്ല, ഗണ്ണിന് തന്നെ മറ്റൊരു സൗണ്ടാണ് ഇവർ വെച്ചിരിക്കുന്നത്. അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഓൺ ആക്കിയിടാം, ഇല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഗണ്ണിന് അധികം ബോറായിട്ട് തോന്നില്ല. ഫസ്റ്റത്തെ കാര്യം അതാണ് ഒരു നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നി, ഫീച്ചറായിട്ട് തോന്നി. ഓഫാക്കാം, ഓണാക്കാം, വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഓഫാക്കാം. അത് നല്ലൊരു കാര്യമാണ്. റോറിങ് ഇമോലേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടില്ല. ഒബ്വിയസ്ലി ഇത് പഴയ ഗണ്ണാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് തന്നെ അതിലുള്ളൂ. ഈ 2 ഗണ്ണുകൾ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത് റോറിങ് ഇമോലേഷനാണ്. അതുപോലെ തന്നെ ഗണ്ണ് സ്വിച്ച് ചെയ്യുമ്പോഴുള്ള എഫക്റ്റ്, അതും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് റോറിങ് ഇമോലേഷനാണ്. ഗണ്ണ് ഫയർ ചെയ്യുമ്പോഴുള്ള ആ ഒരു ശബ്ദം, ആ ഒരു ഫയർ സൗണ്ട്, അങ്ങനത്തെ ഒരു എന്താ പറയുക ഫീച്ചർ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗണ്ണ് തന്നെയാണ് റോറിങ് ഇമോലേഷൻ. സ്കൈ ബ്ലേഡ് എന്ന ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽ കൂടുതലായിട്ട് വേണ്ടി വരും. പക്ഷേ റോറിങ് ഇമോലേഷനിൽ അത്രയും ആവശ്യമില്ല. അതായത് അത്യാവശ്യം വേണം, ബട്ട് സ്റ്റിൽ കുറച്ച് കുറവാണ്. കിൽ മെസ്സേജിൻ്റെ കാര്യത്തിൽ കിൽ മെസ്സേജ് അല്ലല്ലോ, എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും രണ്ടും അത്ര മോശമല്ല. അതായത് ഒന്നിലും ഫയർ കത്തുന്ന രീതിക്കാണ്, മറ്റൊന്നിലൊരു പുലി ചാടി പോണ തരത്തിലാണ്. അപ്പോൾ രണ്ടും ഒരുപോലെ മികച്ചതാണെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു ടൈ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഗ്രനേഡ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴുള്ള എഫക്റ്റിൽ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് സ്കൈ ബ്ലേഡ് ആണ്. അതുപോലെ റോറിങ് ഇമോലേഷൻ മോശമല്ല, ബട്ട് സ്റ്റിൽ ഒരു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് സ്കൈ ബ്ലേഡ് ആണ്. ഇനി ഗ്ലോറിയസ് മൊമെൻറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് നമ്മുടെ റോറിങ് ഇമോലേഷനാണ്. ഇനി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പോകുന്ന ഗണ്ണും റോറിങ് ഇമോലേഷനാണ്. ഞാൻ നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. തീരുമാനം നിങ്ങളുടെയാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കണ്ട് നിങ്ങളുടെ താല്പര്യപ്രകാരം മാത്രം എടുക്കുക. ഇനി ഞാൻ ഏതാ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.